ഇത്ര സ്ലോവിൽ ചെയ്യുകയാണെങ്കിലേ മുരുകവേലിനെ പോലുള്ള പോലീസുകാരൊന്നും അവരുടെ പണിയും കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. തീരുന്നിട്ട് നോക്കി വേണം ഷൂട്ട് ചെയ്യാൻ. ചേട്ടാ, മുരുകവേല് മുകളിലോട്ട് വരുന്നുണ്ടോ? ഞാൻ പുറത്തേക്ക്. ഒരു കപ്പ് ചൂട് ചായ. എന്താ മുരുകവേലെ, നീ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ മീശപത്മയെ കാണാൻ പോകുന്നു. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെല്ലാത്തിനും കാരണം മീശപത്മയാണെന്ന് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഇല്ല പത്മ, വയറ്റിന് ചെറിയ പ്രശ്നം. ടോയ്ലറ്റിൽ പോകാൻ എഴുതി വെച്ചിട്ട് വന്നതാ. ആരോ പറഞ്ഞു നിനക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടെന്ന്. കുറച്ച് അഹങ്കാരോ? അതാരോ നിന്നോട് മാറ്റി പറഞ്ഞതാ. എനിക്ക് ഒരുപാട് അഹങ്കാരമുണ്ട്. സ്കൂളിൽ പോകുന്ന പിള്ളേരെ വെച്ച് ക്രൈം ചെയ്ത് നിനക്ക് ഇത്രയും അഹങ്കാരം ഉണ്ടെങ്കിൽ R2 പോലീസ് സ്റ്റേഷനിൽ 72 പോലീസുകാരെ വെച്ച് മേയ്ക്കുന്ന എനിക്ക് എത്ര അഹങ്കാരം ഉണ്ടാവും? ശരി, നീ വലിയ അഹങ്കാരി തന്നെയാ, ഞാൻ സമ്മതിച്ചു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ കുമാറിനെ കൊന്ന വീഡിയോ വെച്ച് ഞാൻ നിന്റെ മേൽ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 4 മാസമെങ്കിലും കോടതി കയറി ഇറങ്ങിട്ടെ നിനക്ക് വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റൂ. നീ തിരിച്ചു വരുമ്പോഴേക്ക് നിന്റെ കൂടെ ജോലി ചെയ്ത ഒരുത്തം പോലെ ഇവിടെ ഉണ്ടാവില്ല. അതെന്തെന്നറിയോ? നീ കുമാറിനെ കൊന്നതുപോലെ എങ്ങാനും അവരെയും കൊല്ലുവെന്ന പേടിയില് ഇവിടുന്ന് പുറത്തിറങ്ങി എല്ലാവരും അവനവന്റെ സ്വന്തം പണി ചെയ്യാൻ തുടങ്ങും. പിന്നെ നീ നിന്റെ അപ്പനും കൂടെ ഇവിടെ ഒറ്റയ്ക്ക് ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ഒന്നും സംഭവിക്കണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? വെരി സിമ്പിൾ. എന്റെ ഷൂലേസ് നീ കെട്ടിവിട. എന്നോടോ? നിന്റെ ഷൂലേസ് കെട്ടി തന്ന നിന്റെ ഈഗോ സാറ്റിസ്ഫൈഡായി ആ വീഡിയോ തിരിച്ചു തരുമോ? തീർച്ചയായും. ഈ വീഡിയോ കാരണം നാളെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. പത്മ, നീ അക്യൂസ്ഡാണ്. പറഞ്ഞ വാക്ക് മാറും. പക്ഷെ ഞാൻ പോലീസാ. പറഞ്ഞതുപോലെ ചെയ്യും. ഈ വീഡിയോ കാരണം നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ നിന്റെ ഷൂലേസ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ നിനക്ക് എന്താ സംഭവിക്കാന്നുള്ളത്? അതെ, നീ നാളെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇപ്പൊ നീ എന്റെ ഷൂലേസ് കെട്ട്. ടീ ചോദിച്ചിരുന്നല്ലേ? നീ അവന്റെ ഷൂലേസ് കെട്ടിക്കൊടുത്തില്ലേ? ആ വൃത്തികെട്ട സംഭവം ഉണ്ടല്ലോ, ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാത്തിലും വന്നിരിക്കുക. മൊത്തത്തിൽ 5 ലക്ഷം ലൈക്കാ. പിന്നൊരു കാര്യം അറിയോ? രാവിലെ മുതൽ നമ്മുടെ കൺട്രോളിലുണ്ടായിരുന്ന 2 പയ്യന്മാര് ഫോൺ എടുക്കുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന 3 പയ്യന്മാരെയും കാണാനില്ല. ഇതുപോലെ നാട് മുഴുവനുള്ള നമ്മുടെ പയ്യന്മാരെ ഈ വീഡിയോ കണ്ടിട്ട് നിന്നെ വിട്ടുപോയാൽ നീ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നോക്ക്. ഒരു കാര്യം ഓർത്തോ, ഇവിടെ ഉള്ളവർ പേടിച്ചാലേ അവിടെ ഉള്ളവർ ബഹുമാനിക്കൂ.
മുരുക ഇതെല്ലാം കേട്ട് വളരെ സന്തോഷിച്ചൊന്ന് ഉറങ്ങാൻ. മുരുകവേലിന് സുഖമായിട്ട് ഉറങ്ങാൻ പോവുക. അവന് BP 150 കയറുമ്പോ തന്നെ നമ്മുടെ ജീവൻ എടുക്കുക. അതെങ്ങാനും താഴോട്ടിറങ്ങി 120 ആയി കഴിഞ്ഞാ അടുത്ത 24 മണിക്കൂറിനുള്ളില് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നീ പോടാ അവിടുന്ന്. ഇൻസ്പെക്ടർ ഉണ്ടോ? അകത്തുണ്ട്. ഒരു മിനിറ്റ്. സർ, ആകെ ഉണ്ടായിരുന്ന പ്രൂഫ് ആ പെൻഡ്രൈവ് ആയിരുന്നു. പത്മയിൽ നിന്നും എന്റെ മകനെ രക്ഷിക്കാനുള്ള ഏക തെളിവായിരുന്നു അത്. മതി സർ, നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ തന്ന കൂലി കൊള്ളാം. നിങ്ങൾ നന്നാവോ? ദേഷ്യപ്പെടണ്ട, അകത്തേക്ക് വരൂ. ഇരിക്കൂ, ഇരിക്കൂ. വെള്ളം എടുക്ക. സർ, ഇത് നിങ്ങളുടെ മകൻ. ഇത് പത്മ. ഈ പത്മ നിങ്ങളുടെ മകന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുക. അതെങ്ങനെയാ? പോലീസെല്ലാം വേസ്റ്റാണ്, ഗുണ്ടകളാണ് മാസെന്ന് അവനോട് പറഞ്ഞ് 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 അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക ആ പത്മയും അവൻ പറഞ്ഞ കാര്യങ്ങളും. ഇത് പോലീസ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയാവോ? അറിയില്ല സർ. പോലീസാണ് മാസെന്നും ഗുണ്ടകളെന്നും വേസ്റ്റെന്നും ആ പത്മ ഒന്നിനും കൊള്ളാത്താണ് നിങ്ങളുടെ മകനോട് പറഞ്ഞ് 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 നിങ്ങളുടെ മകന്റെ മനസ്സിൽ നിന്നും ആ പത്മയെ ഞാൻ മുഴുവനായി മായ്ച്ചു കളയാം. അതിന് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം, പ്ലീസ്. സർ, എന്താ സാർ ഇതൊക്കെ? ഞാൻ സാറിന്റെ കഥ കേൾക്കാൻ വന്നതാണോ? സാറ് കല്ലിട്ടാൽ ഉടനെ വെള്ളം മേലോട്ട് വരുമോ? നിങ്ങൾ ഒരാൾ മതിയായിരുന്നു എന്റെ മകനെ രക്ഷിക്കാൻ. പക്ഷെ എന്നെ ചതിച്ചില്ലേ സാർ? ഞാനാണ് പെൻഡ്രൈവ് നിങ്ങൾക്ക് തന്നതെന്ന് അവൻ അറിഞ്ഞാൽ അവന്റെ ജീവൻ തന്നെ പോകും സാർ. അങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ, ഞാൻ നോക്കിക്കോളാം. എന്ത് നോക്കാമെന്നാ പറയുന്നത്? ആ പത്മയുടെ സ്വഭാവം താങ്കൾക്ക് നല്ലോണം അറിയണമെന്നല്ലേ? ആ ഭയത്തിന് നിങ്ങളും അംഗീകരിക്കണം. എനിക്ക് ആ പത്മയെ പേടിയില്ല. ഞാൻ പത്മയെ ഒരിക്കലും പേടിക്കില്ല. നിന്റെ മകനൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് വെച്ചാൽ ഞാൻ അവനെ കൊല്ലാതെ വിട്ടത്. എന്റെ അനിയൻ ചെയ്ത കുറ്റങ്ങൾക്ക് ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം. എന്റെ അനിയൻ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും. തനിക്ക് തന്റെ മകനെ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? തന്റെ മകനെ പോലെ ഇവിടെ വേറെ 1000 പേര് നിൽക്കുന്നുണ്ട്, അറിയാവോ? തന്റെ മകനൊരുത്ത നന്നായ അത് മതി. അത് കണ്ട് എല്ലാരും നന്നായിക്കോളും. തന്റെ മകന് ബാധ കയറിയിരിക്കുക, പത്മ എന്ന ബാധ. ആ ബാധ നമ്മൾ തന്നെ ഇല്ലാതാക്കണം. വെറും ഒരു പോലീസ് സ്റ്റേഷൻ വെച്ച് മാത്രം അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ പത്മയുടെ ഇമേജിനെ നശിപ്പിച്ച് പോലീസിന്റെ ഇമേജിനെ പോക്കി പിള്ളേരെ മാറ്റി ഈ പോലീസ് ആരാന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ പിള്ളേരെ തിരിച്ച് വഴിക്ക് കൊണ്ടുവരും. സർ, ഇതെന്റെ അമ്മയുടെ ഫോട്ടോയാ. ഇതൊരെണ്ണം മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഇത് കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. നിങ്ങളുടെ മോൻ എന്നാണോ നല്ലവനായിട്ട് തിരിച്ചു വരുന്നത് അന്നിതെനിക്ക് തന്നാ മതി. ഒരു പക്ഷേ നിങ്ങളുടെ മകൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇത് ചവിട്ടുകൊട്ടയിലിട്ടുള്ളൂ. സാർ,